DCC പ്രസിഡന്റായിരുന്ന പാലോട് രവി നടത്തിയ ഒരു വെളിപ്പെടുത്തലിനെക്കുറിച്ച് ഒരു ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത് പുറത്തു വന്നു. അതിനെക്കുറിച്ച് ഇപ്പോൾ KPCCയിലടക്കം വലിയ പേര് തിരിഞ്ഞുള്ള പോര് ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് കേരളത്തിലെ കോൺഗ്രസിൽ സംഭവിക്കുന്നത്? ആ, പാലോട് രവി എന്തായാലും ഒരു ചെറിയ മീനല്ല. അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. 3 തവണ MLA ആയിട്ടുണ്ട്. അതിനേക്കാൾ ഡെപ്യൂട്ടി ഏറ്റവും സ്പീക്കർ ആയിരുന്നു. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് KC വേണുഗോപാലുമായും അതോടൊപ്പം തന്നെ VD സതീശനുമായി വലിയ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് പാലോട് രവി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വലിയ രീതിയിൽ നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് മികച്ച നേതാക്കളുണ്ട്. ആ നേതാക്കൾ ഉണ്ടായിരുന്നിട്ട് പോലും ഇദ്ദേഹത്തെ എന്തുകൊണ്ട് DCCയുടെ പ്രസിഡന്റായി നിയോഗിച്ചു എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഇത്തരം ബന്ധങ്ങൾ പുറത്തു വരുന്നത്. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ എവിടെ നിന്നും ഒഴിവാക്കുക എന്ന ലക്ഷ്യമിട്ട് പല ഗ്രൂപ്പുകളും പ്രവർത്തിക്കുകയും അതിന്റെ ഫലമായാണ് അദ്ദേഹത്തിന്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നത്. അദ്ദേഹം പറയുന്നത് നാം മുഴുവനായി തന്നെ ഓഡിയോ സന്ദേശം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. അദ്ദേഹത്തിന് കോൺഗ്രസിന് അനുകൂലമായാണ് സംസാരിക്കുന്നത്. അതിലൊരു ചെറിയ ഭാഗം മാത്രം കട്ട് ചെയ്താണ് ആദ്യം വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും പിന്നീട് ഒന്ന് തണുത്തപ്പോൾ അദ്ദേഹത്തിന്റെ നടപടി വന്നു. ബാക്കിയെല്ലാം ഒരു അപമാനിക്കപ്പെട്ടതിന് ശേഷമായിരുന്നു ഇതിന്റെ പൂർണ്ണമായ രൂപം പുറത്തു വരുന്നത്. ആ പൂർണ്ണമായ രൂപം പുറത്തു വരുമ്പോൾ അദ്ദേഹം പറയുന്നതിൽ തെറ്റില്ല. അദ്ദേഹം പറയുന്നത് കൃത്യമാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പ്രവർത്തകർ കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നേതാക്കൾ പ്രവർത്തിച്ചാൽ മാത്രമേ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നതാണ് ഇത്. അങ്ങനെ കോൺഗ്രസ് ആ ഭാഗം മാത്രം പുറത്തു വന്നു. വിവാദം ഉണ്ടാക്കുന്ന ഒരു ഭാഗം മാത്രം ആദ്യം പുറത്തു വന്നു. തുടർച്ചയാണ്. കാരണം ആദ്യം കോൺഗ്രസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ആ ഇടത്തേക്ക് വളർന്നു കയറാൻ BJPക്ക് കഴിയും. അവർ 60-ലധികം സീറ്റുകൾ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. കേരളത്തിൽ ഏതെങ്കിലും ഒരു കക്ഷി പിന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ആ സ്ഥലത്തേക്ക് വരാൻ വേണ്ടി BJP അങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ്. അത് നാം തൃശ്ശൂർ കണ്ടല്ലോ. അവിടെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും വലിയ വീഴ്ചയും അതോടൊപ്പം തന്നെ ആ MPക്കെതിരായുള്ള ഈ വികാരങ്ങളും അതോടൊപ്പം തന്നെ പ്രക്ഷോഭങ്ങളും ഉണ്ടായപ്പോഴാണ് അവിടെ സുരേഷ് ഗോപിക്ക് കയറി വരാൻ കഴിഞ്ഞത്. കുറച്ച് നാളുകളായി തന്നെ അത്തരം ഒരു നീക്കം തിരുവനന്തപുരത്തുമുണ്ട്. ശശി തരൂരിനെതിരായ വലിയ രീതിയിലുള്ള വിരുദ്ധ വികാരം, അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരെ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾക്കെതിരെയുള്ള വിരുദ്ധ വികാരം കൃത്യമായി മുതലാക്കാൻ BJP ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായി തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പിന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ വിജയിച്ചു കയറാൻ പോകുന്നത് BJP ആണ്. അത് തന്നെയാണ് പാലോട് രവി പറഞ്ഞത്. പാലോട് രവി പറഞ്ഞു അദ്ദേഹത്തെ പുറത്താക്കി അദ്ദേഹത്തിന്റെ രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ്. അതിന് പിന്നാലെയാണ് KPCCയിലും വലിയ രീതിയിൽ പാലോട് രവിക്ക് അനുകൂലമായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. പാലോട് രവി പറഞ്ഞതാണ് കൃത്യമായ അദ്ദേഹം പറയുന്നതാണ് ശരി. സണ്ണി ജോസഫിനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസ് നേതൃത്വം KPCCയുടെ പ്രസിഡന്റ് ആക്കി വെച്ചെങ്കിലും അദ്ദേഹം വന്നിപ്പോൾ 2 മാസത്തിലധികം ആകുന്നതില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അദ്ദേഹം ഈ ചുമതല ഏറ്റെങ്കിലും കൃത്യമായി ഈ സംഘടനയെ ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. എല്ലാം ഒരു VD സതീശന്റെ ചില പ്രസംഗങ്ങളിൽ മാത്രം ചുരുങ്ങുകയാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സുധാകരൻ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം എന്തെങ്കിലും മണ്ടത്തനങ്ങൾ വിളിച്ചു പറഞ്ഞെങ്കിലും 2 വെല്ലുവിളി വിളിച്ചെങ്കിലും അല്ലെ, വെല്ലുവിളി പ്രസ്താവനകൾ നടപ്പിലാക്കിയെങ്കിലും പാർട്ടിക്ക് ഒരു ചലനം ഉണ്ടാക്കി നിലനിർത്തിയിരുന്നു. അതിപ്പോൾ കുറച്ച് മാസങ്ങളായി കാണുന്നില്ല. സണ്ണി ജോസഫ് അങ്ങനെ വലിയ രീതിയിൽ ഒരു പ്രസ്താവന നടത്തുന്നതോ വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുന്നതോ ഒന്നും നാം കാണുന്നില്ല. അത് തന്നെയാണ് ഇപ്പോൾ പാലോട് രവിയെ അനുകൂലിക്കുന്നവർ പറയുന്നത് സണ്ണി ജോസഫിനെതിരായാണ്. കാരണം അദ്ദേഹമാണല്ലോ ഇങ്ങനെ ഒരു ചെറിയ സംഭവം ഉണ്ടായതിന് പിന്നാലെ രാജി ചോദിച്ചു വാങ്ങുന്നത്. ഇത് എല്ലാ നേതാക്കളും പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ച് K മുരളീധരൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പ് തോൽക്കുമ്പോഴും പറയുന്നതാണ് ഈ കാര്യമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ശശി തരൂർ പറയുകയാണല്ലോ, ശശി തരൂർ മുൻപ് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, നിങ്ങൾ എന്നെ ഉപയോഗിക്കൂ, എന്നെ കേരളത്തിൽ നിങ്ങളുടെ പാർട്ടിക്ക് അനുകൂലമായി എന്നെ ഉപയോഗിക്കുന്നില്ല എന്ന രീതിയിലുള്ള പ്രസ്താവന ശശി തരൂർ പറഞ്ഞിരുന്നു. നാം നോക്കുകയാണെങ്കിൽ വളരെ നിരാശയോടെയുള്ള ഒരു പ്രസ്താവനയായിരുന്നു. നാം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസുമായി പ്രവർത്തിക്കുന്ന ഒരു പകുതിയിലധികം നേതാക്കൾക്കും ചിലപ്പോൾ പാലോട് രവിയോട് അവർ യോജിക്കും. രഹസ്യമായി ചോദിക്കുകയാണെങ്കിൽ ഒരു 90% നേതാക്കളും പറയും
ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന രീതിയിലേക്കുള്ള പ്രസ്താവനയാണ് പറയുന്നത്. നാം മുൻപ് തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചറിയാം, നിലമ്പൂർ വലിയ വിജയം സ്വന്തമാക്കി എന്ന് പറയുന്നത് ആ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ മുസ്ലിം ലീഗിനുള്ളതാണ്. മലപ്പുറം ജില്ലയിൽ ഏത് തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് ധൈര്യമായി മത്സരിക്കാം. അവിടെ മുസ്ലിം ലീഗിന്റെ സംഘടനാ സംവിധാനമുണ്ട്. പ്രത്യേകിച്ച് മലബാർ പ്രദേശങ്ങൾ പരിശോധിച്ചറിയാം. അത് പാലക്കാടായാലും അതോടൊപ്പം തന്നെ മലപ്പുറം, കണ്ണൂരായാലും കോഴിക്കോട്, കണ്ണൂർ ഒക്കെ ലീഗിന് നല്ല വേരോട്ടമുള്ള സ്ഥലങ്ങളാണ്, കാസർഗോഡ് വരെ. അതൊരു അവിടെ കേഡർ പാർട്ടിയാണ്. വാസ്തവത്തിൽ ഈ LDFനെയും CPMനെയും തടഞ്ഞു നിർത്തുന്നത് ഒരു പരിധിവരെ മുസ്ലിം ലീഗാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അവരൊരു കേഡർ പാർട്ടിയാണ്. അവർക്ക് കൃത്യമായ സംഘടനാ സംവിധാനമുണ്ട്, യൂത്ത് ലീഗ് ഉണ്ട്, MSF ഉണ്ട്, അടക്കമുള്ളവർ വലിയ സജീവമാണ്. ഇപ്പോൾ കുറച്ചു കാലങ്ങളായി നാം കാണുകയാണ് MSFന്റെയും അതോടൊപ്പം തന്നെ യൂത്ത് ലീഗിന്റെ എല്ലാം കഴിവിൽ അവിടെ KS വിജയിക്കുമ്പോൾ ഞങ്ങൾ വിജയിച്ചേ എന്ന് പറഞ്ഞ് KSUക്കാരും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരും രംഗത്ത് വരുന്ന കണ്ടിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അടിത്തറ ഇരിക്കുന്നത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് തെക്കോട്ട് വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിയാത്തത് എന്താണ്? തെക്കിലോട്ട് വരുമ്പോൾ പല കോളേജുകളിലും SFIയുടെ വലിയ ആധിപത്യമാണല്ലോ. അത് മാത്രമല്ല മുസ്ലിം ലീഗിന് അവിടെയൊക്കെ ശക്തി കുറവാണ്. തെക്കോട്ട് വരുമ്പോഴത്തേക്കും മറ്റൊരു വെല്ലുവിളി ഇവിടെ ഉണ്ട്. ABVP, അവിടെ BJP, ഇതൊക്കെ സമൂഹത്തിൽ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മലബാറിൽ ഒരു ലീഗ് CPM നേരിട്ടുള്ള ഏറ്റുമുട്ടലാണെങ്കിൽ തെക്കോട്ട് വരുമ്പോൾ അത് UDF, LDF, BJP എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ചിലപ്പോൾ അതും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ചിലപ്പോൾ ഈ പാലോട് രവി പറഞ്ഞതിനെ കുറിച്ച് സണ്ണി ജോസഫിന് മനസ്സിലായി കാണില്ല. കാരണം കണ്ണൂരുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ BJP രണ്ടാമത് വരുമെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കുറച്ച് മടി കാണും. പക്ഷെ പാലോട് രവിക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കും. തെക്കിലെ നേതാക്കൾക്ക്, തെക്കൻ കേരളത്തിലെ നേതാക്കൾക്ക് പാലോട് രവി പറഞ്ഞത് കൃത്യമാണ്. ഏത് ജില്ല പരിശോധിച്ചാലും അറിയാം, തെക്കിലോട്ടുള്ള തിരുവനന്തപുരത്തായാലും പല മണ്ഡലങ്ങളിലും BJPക്ക് നല്ല സ്വാധീനമുണ്ട്. അതെ, ഒന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് 2026 തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ 31 തെരഞ്ഞെടുപ്പ്, ഈ പല മണ്ഡലങ്ങളിലും ഒരു 14 മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് BJP കടന്നു കയറും. കോൺഗ്രസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി പിന്നോട്ട് പോയി ഏതെങ്കിലും ഒന്നെങ്കിലും രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള ഒരു കഴിവ് ഈ 10 മണ്ഡലങ്ങളിലും ഉണ്ട്. അത് കൊല്ലത്തേക്ക് പരിശോധിച്ചാൽ അറിയാം, പത്തനംതിട്ട പരിശോധിച്ചാൽ, ആലപ്പുഴയായാലും തൃശ്ശൂരായാലും, അങ്ങനെ തെക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഈ സ്വാധീനം കാണുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഈ പാലോട് രവിയുടെ പ്രസ്താവന ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അനുകൂലമായ ഒരു ഘടകങ്ങൾ സൂചിപ്പിക്കുന്നത്. പാലോട് രവിയെ സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷപ്പെടൽ കൂടിയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള DCC പ്രസിഡന്റാണ്, കോർപ്പറേഷൻ അടക്കം BJPയും LDFും തമ്മിൽ വലിയ മത്സരം നടക്കുകയാണ്. എങ്ങനെയെങ്കിലും അത് കാരണം അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ടാണ് ഇനി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ പോകുന്നതെന്ന വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ CPMന് അധികാര തുടർച്ച വേണമെങ്കിൽ ഇത്തരം കോർപ്പറേഷനുകൾ നിലനിർത്തിയാലേ കഴിയുള്ളൂ. BJPക്ക് കേരളത്തിൽ ലേബൽ ഉണ്ടാക്കണമെങ്കിൽ ഈ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കണം. അങ്ങനെ ഒരാൾ നിലനിർത്താനും ഒരാൾ പിടിച്ചെടുക്കാനും മത്സരിക്കുമ്പോഴാണ് ഈ 10 സീറ്റ് നിലനിർത്താനുള്ള കോൺഗ്രസിന്റെ ഓട്ടം. അതുകൊണ്ട് എന്തായാലും ഈ മേൻഡ്രിക് എന്ന DCC പ്രസിഡന്റ് എന്ന ഒരു തലവേദന മാറിയതായി ചിലപ്പോൾ പാലോട് രവി ആശ്വസിക്കുന്നുണ്ടായിരിക്കും. അത് ശക്തന് നൽകിയിട്ടുണ്ട്. ശക്തനാണെങ്കിൽ അറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു കാലത്ത് ശക്തൻ തിരുവനന്തപുരത്തെ എല്ലാം പ്രമുഖ നേതാവായിരുന്നു, പരാജയം അർജിക്കാത്ത നേതാവായിരുന്നു. ആ നേതാവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടുന്നത് ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിൽ നാം കണ്ടിട്ടുണ്ട്. കാട്ടാക്കട 2016 IB സതീഷിനോട് പരാജയം ഏറ്റുവാങ്ങി. കാരണം കാട്ടാക്കട മണ്ഡലത്തിൽ ഒരു കാലം അന്ന് സ്പീക്കറായിരുന്ന കാലം ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ ഒരു മുതിർന്ന നേതാവായിരുന്നു, നേരത്തെ മന്ത്രിയുമായിരുന്നു, ഗതാഗത വകുപ്പ് മന്ത്രിയുമായിരുന്നു. മുതിർന്ന നേതാവായിട്ട് കൂടി അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുന്നതാണ് കണ്ടത്. ആ രീതിയിലേക്കുള്ള ഒരു മാറ്റം എന്തായാലും കേരളത്തിൽ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പാലോട് രവി ജില്ലാ പ്രസിഡന്റായിരുന്ന തിരുവനന്തപുരത്ത് ഉണ്ടാവുകയാണ്. അതിനനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ്. പാലോട് രവി പറഞ്ഞത് ശരിയാണെന്ന് ചൂണ്ടിക്കാട്ടി KPCCയിൽ ഇപ്പോൾ വലിയ പോരാണ് നടക്കുന്നത്.